രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ബി.ജെ.പിയിൽ വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മീഡിയക്കാർക്കിടയിൽ വലിയ രീതിയിൽ പത്രസമ്മേളനം നടത്തുന്നില്ല. ആർക്കും ക്യൂ നിന്ന് കാണേണ്ട അവസ്ഥയില്ല. ഒരുപാട് പ്രധാന പദവികളിലേക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരെ തന്നെ കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് ശോഭാ ജോർജിനെ, ഷോൺ ജോർജിനെ പോലുള്ളവരെയൊക്കെ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ മേധാവി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അവിടെ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന സെലിബ്രിറ്റി മാധ്യമ പ്രവർത്തകയുണ്ട്. ബി.ജെ.പിക്കെതിരെയും ബി.ജെ.പി വിരുദ്ധതയും ഒക്കെ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന സിന്ധു സൂര്യകുമാർ. സിന്ധുവിനെ പുറത്താക്കിക്കൊണ്ട് ബി.ജെ.പിയുടെ ഒരു മുഖമായ പത്രപ്രവർത്തക സുജയ്യെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ നടത്തുന്നു എന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഏഷ്യനെല്ലും ബി.ജെ.പിയിലും ഒരു വലിയ അഴിച്ചുപണിക്കാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ? അല്ല, സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകരുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ചന്ദ്രശേഖരൻ്റേത്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ബി.ജെ.പി അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. കാരണം വർഷങ്ങളായി കേരളത്തിലെ ബി.ജെ.പിക്കകത്ത് വലിയ വിഭാഗീയത, ഗ്രൂപ്പ് യുദ്ധങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരിക്കലും മുന്നേറ്റ് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇവിടെ ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയയുമായിട്ടുള്ള ബി.ജെ.പിയുടെ ഇടപെടൽ എങ്ങനെയാണ്. പെട്ടെന്ന് തോന്നുന്നത് ചന്ദ്രശേഖരൻ്റെ സമീപനം എന്ന് പറയുന്നത് ലളിതമാണ്, സത്യസന്ധമാണ്. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതല്ലാണ്ട് സ്ഥിരം നാടകവേദിയുടെ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നില്ല. സുരേന്ദ്രനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എമ്പുരാൻ എന്ന് പറയുന്ന വിഷയത്തെ പോലും ഹാൻഡിൽ ചെയ്ത് അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തത്. മാത്രമല്ല വളരെ ലളിതമായിട്ട് അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഈ സിനിമ കാണാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ലൂസിഫറുടെ 2ാം ഭാഗം എന്ന നിലയ്ക്കാണ്. പക്ഷേ സിനിമ വന്ന് വിവാദമായി, ഇനി ആ സിനിമയും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണമല്ല. രാഷ്ട്രീയ നേതാവ് ഒരു പ്രതികരണം നടത്തുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്ത് ഗുണമാണ് പാർട്ടിക്കുണ്ടാകുന്നത് എന്ന് നോക്കി പ്രതികരിക്കുന്ന രീതിയാണ് ഇത്. അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലും സത്യസന്ധമായിട്ടും കാര്യങ്ങൾ കാണുകയും പറയുകയും ചെയ്യാം എന്ന സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത്. മാത്രമല്ല എല്ലാ ദിവസവും എന്തിനാണ് പത്രസമ്മേളനം നടത്തുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. നമ്മൾ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അൻവർ മാധ്യമങ്ങളെ കാണുന്നു, സതീശൻ മാധ്യമങ്ങളെ കാണുന്നു, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു എന്നൊക്കെ പറയുന്ന വാർത്തയാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഇവർ സ്ഥിരമായി മാധ്യമങ്ങളെ കാണേണ്ട കാര്യമില്ല. ശരി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടത്. അതാണ് മാധ്യമങ്ങളുടെ ജോലിയാണ്. അതെല്ലാം മറന്നിട്ട് ഇവരിങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ റെഡിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള മാധ്യമപ്രവർത്തനത്തെ പോലും അദ്ദേഹം പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞിട്ട്. പിന്നെ മാത്രമല്ല ബി.ജെ.പിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അതിന് എങ്ങനെയാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ കടന്നു ചെല്ലാനായിട്ട് കഴിയുക, അതൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പാർട്ടി നേതാവ് എന്നതിന് പകരമായിട്ട് അദ്ദേഹം ഒരു മാനേജർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്തരത്തിലുള്ള മാനേജറിയൽ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ ബി.ജെ.പി മറിച്ചാണ്. ബി.ജെ.പിയുടെ എല്ലാ നേട്ടങ്ങളും വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാനേജറിയൽ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിജയങ്ങളായിരുന്നു. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, മോദി എന്ന നിലയ്ക്ക് മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പദ്ധതി ഉണ്ടാക്കി ആസൂത്രിതമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഒരു ടീം ഇവിടെ ഉണ്ട്. അതിന് ടീം മോദി എന്ന് പറയുന്നത്. അവരാണ് പ്രവർത്തിക്കുന്നത്. ടീം മോദിയിൽ മോദിയുടെ ജോലി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അഭിനയിക്കുക മാത്രമാണ്. ഇവിടെ പക്ഷേ അങ്ങനത്തെ ഒരു ടീം എനിക്ക് തോന്നുന്നില്ല ചന്ദ്രശേഖരന് കിട്ടിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ആ ടീമിനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇടപെടാനായിട്ട് പ്രാപ്തമാക്കിയാൽ കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ മാറ്റം വരും. ബി.ജെ.പിയുടെ പൊളിറ്റിക്സിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നല്ലത് ചീത്തയെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കാലം മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരം. പക്ഷെ മാറ്റം എന്തായാലും ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താണ് ധന്യ ചോദിച്ചത്? ഏഷ്യാനെറ്റിലെ മാറ്റമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞേ? ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ബി.ജെ.പി വിരുദ്ധത, സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന
ചാനലിലെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ജേർണലിസ്റ്റ്. ഇപ്പോൾ മാഷ് നമ്മളൊക്കെ പറയും ജേർണലിസ്റ്റുകളെല്ലാം നിഷ്പക്ഷരാകണമെന്ന്. ഒരിക്കലും അല്ല. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം അവരവരെ പ്രൊജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ സിന്ധു സൂര്യകുമാർ നിരന്തരം BJP വിരുദ്ധത, ഹിന്ദു വിരുദ്ധത. കാരണം ഇപ്പോൾ കുംഭമേള കഴിഞ്ഞതിന് ശേഷം സിന്ധു സൂര്യകുമാറിൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിൽ വന്ന ചില കാര്യങ്ങൾ, കാരണം 100% ലിറ്ററസി ഉള്ള കേരളത്തിലാണ് ഈ കുംഭമേള നടക്കുന്നത്, അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് ആളുകൾ പോകുന്നത്. ഇതൊരു PR വർക്കാണ്, PR ബിസിനസ്സാണ്, PR ഏജൻസിയുടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ, ഇപ്പോൾ ഈ സിനിമകളിലൊക്കെ ഒരു വിഭാഗത്തെ ക്രൂശിക്കുന്നത് പോലെ സിന്ധു സൂര്യകുമാർ എപ്പോഴും ഒരു വിഭാഗത്തെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി RC വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? കാരണം പലരും പറയുന്നു സിന്ധു സൂര്യകുമാർ പുറത്തേക്ക് പോകുന്നു. ഏഷ്യാനെറ്റിലെ മാറ്റം ഞാൻ അങ്ങനെ പെട്ടെന്നുണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ചന്ദ്രശേഖർ എന്നുള്ളത് ശരിയാണ്. സിന്ധു സൂര്യകുമാറിനെ അദ്ദേഹം ഇക്കാലം വരെ നിലനിർത്തിയിരുന്നത് ആ സ്ഥാപനം സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം നൽകി ആ പ്രോസസ്സ് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കവർ സ്റ്റോറി എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാസ്റ്റർ പീസാണ്. ശരി, അതിൽ നല്ല ഓഡിയൻസിനെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്നുള്ളത് ഒരു സങ്കല്പമായിരിക്കാം എന്നുള്ളത് ശരിയാണെങ്കിലും ഈ നമുക്ക് ഓഡിയൻസിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓഡിയൻസിന് കിട്ടണമെങ്കിൽ സാധാരണ രീതിയിൽ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ പ്രൊജക്റ്റ് ചെയ്യുകയും അതിനെതിരെ നിൽക്കുകയും അതിനെ നന്നായിട്ട് വിമർശിക്കുകയും ചെയ്യണം. സിന്ധു അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു എന്താണ് ഓഡിയൻസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ എന്താണ് BJPക്കെതിരെയും വാർത്തകളും അതേപോലെ തന്നെ വിശകലനങ്ങളും നൽകിക്കഴിഞ്ഞാൽ അതിനും ഓഡിയൻസ് ഉണ്ട് എന്നവർ കണ്ടെത്തിയിട്ടുണ്ടാകും. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസെപ്റ്റ് അതായിരിക്കാം, അതിനനുസരിച്ച് അവർ വാർത്തകൾ കൊടുത്തിരിക്കുക. പക്ഷേ അങ്ങനെ വാർത്ത വന്നതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ തോതിൽ അതിനെതിരെ എന്താണ് സംഘപരിവാർ സംഘങ്ങൾ പൊട്ടിത്തെറിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. അങ്ങനെ സിന്ധുവിൻ്റെ കാര്യം വെള്ളത്തിലായി എന്ന അവസ്ഥയിലെത്തി. പക്ഷേ അതൊന്നും ഞാൻ പറയുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രൊഫഷണലിസത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല. ശരി, കാരണം അത് പോകും. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാനും BJPക്ക് അനുകൂലമായിട്ടുള്ള കവർ സ്റ്റോറികൾ വരാനുമായിട്ടുള്ള സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചന്ദ്രശേഖരൻ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ ഏഷ്യാനെറ്റിൽ ഉള്ള ഒരു പൊളിച്ചെഴുത്ത് അത് നമ്മൾ ഈ പുറത്ത് വെക്കുന്ന കിംവദന്തികൾക്കനുസരിച്ച് നടക്കണമെന്നില്ല. അത് ചിലപ്പോൾ അതിനകത്തുള്ള സംഭവങ്ങൾ, ഇനി അതിൻ്റെ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഈ പറയുന്നൊരു വിഷയത്തിൻ്റെ പേരിൽ അതിൽ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിൽ നിന്ന് പോവുകയും അതിന് പകരം കേരളത്തിലെ മാധ്യമ രംഗത്ത് BJPയുടെ ഒരു ഫേസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സുജയ്യ ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ അങ്ങനെ വന്നതിൻ്റെ പേരിൽ അത് മാധ്യമത്തിന് ഗുണമുണ്ടാകും എന്ന് ചന്ദ്രശേഖരൻ വിശ്വസിക്കുന്നതെന്ന് കരുതുന്നില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ മാധ്യമത്തെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ചന്ദ്രശേഖരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് വെച്ച് അദ്ദേഹത്തിന് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. 1. 2, റിപ്പോർട്ടറിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സുജയെ വേണമെങ്കിൽ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. സുജയെ പക്ഷേ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ 2 പോസിബിലിറ്റീസ് ഒന്നായിട്ട് കുറയും. അതെ. അപ്പോൾ ഒരു മാനേജർ എന്ന നിലയ്ക്ക് വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രശേഖരൻ ആ പോസിബിലിറ്റീസ് കുറക്കാനായിരിക്കില്ല ആഗ്രഹിക്കുന്നത്, അത് കൂട്ടാനായിരിക്കും. 2 മാധ്യമങ്ങൾക്ക് പകരം മൂന്നാമതൊരിടത്ത് കൂടി BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നായിരിക്കും മിക്കവാറും അദ്ദേഹം ആലോചിക്കുക എന്നാണ് തോന്നുന്നത്. അതാണ് ശരി.